എൻ്റെ യങ്ങർ സെൽഫിന് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ ആഗ്രഹമുണ്ട്. ബട്ട് ഹീ ഡോണ്ട് നോ വാട്ട് ടു ഡു. അങ്ങനെ ഓൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓനോട് ആദ്യം ഞാൻ എന്താ പറയാന്നറിയോ, ജസ്റ്റ് പോസ്റ്റ് വാട്ട് എവർ യു വാണ്ട്. ഞാനൊരു +2 പഠിക്കുന്ന ടൈമിൽ തന്നെ നമ്മളെ റീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്കും റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ടിക്ടോക്ക് ബാൻ ചെയ്തതിന് ശേഷം പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ റീൽസ് ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്കും എന്തുണ്ടായിരുന്നു, റീൽസ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് എന്ത് കണ്ടന്റാണ് ചെയ്യേണ്ടത് അങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ഒരു നാക്ക് എഡിറ്റൊക്കെ ആയിട്ട് റീൽസ് തുടങ്ങാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മൈൻഡിലുണ്ട് വീഡിയോ ഉണ്ടാക്കണമെന്ന് ഒരാഗ്രഹം. പക്ഷേ അത് പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിരുന്നു. കാരണം അറിയില്ല എന്ത് കണ്ടന്റ് ഉണ്ടാക്കണം എന്നറിയില്ല. കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യണം എന്നറിയില്ല. അങ്ങനെ കുറേ കാലം 1-2 വർഷം ഞാൻ അങ്ങനെ പോയി. ഞാൻ പിന്നെ CAക്ക് ജോയിൻ ചെയ്തു. CA ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തു. പിന്നീട് CA ഇന്റർവ്യൂ പഠിക്കാൻ തുടങ്ങി. ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഫോണും സോഷ്യൽ മീഡിയയായിട്ടും വലിയൊരു ബന്ധമൊന്നുമില്ലല്ലോ. ഫുൾ മങ്ക് മോഡിലും ഫുൾ പഠിത്തവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പിന്നെ നോക്കിയിട്ടില്ല. പിന്നെ CA ഇന്റർവ്യൂ ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് 2 കൊല്ലം അത്യാവശ്യം കുറച്ചൊരു ഫ്രീ ടൈം ഉണ്ടല്ലോ, ആർട്ടിക്കിൾഷിപ്പ്. അപ്പോൾ ആ ഒരു ടൈമിൽ CA ഇന്റർവ്യൂ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തുകൊണ്ട് എൻ്റെ പാരൻസ് എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഫുൾ A+ ഒക്കെ വാങ്ങിയാൽ ചില പാരൻസ് ചോദിക്കില്ല എന്താ വേണ്ടത് ഞങ്ങളെ വകയായിട്ട് എന്നുള്ളത്. ആ രീതിയിൽ ഞാൻ പറഞ്ഞെന്ത്, ഞാൻ നല്ലോണം ചിന്തിച്ചു. എനിക്ക് ഓലെ കഷ്ടപ്പെടുത്തണമെന്നോ അങ്ങനെ ഒരു ആഗ്രഹമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് ഒരു സംഭവം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരു ഡ്രീം അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ ഒരു നല്ലൊരു അസറ്റാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എനിക്കൊരു iPhone വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ കുറേ റിസർച്ച് ചെയ്ത് ഒരു സാധനം വാങ്ങണം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളതിൻ്റെ റിവ്യൂസും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ റിസർച്ച് ചെയ്യാൻ തുടങ്ങല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു Pro Max വാങ്ങാനുള്ള ഒരു ലെവൽക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്തു, iPhone 13 എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കടയിൽ പോയി 13 വാങ്ങി തന്നു. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ പാരൻസ് ഫോർ ബൈയിങ് മീ ആൻ iPhone 13. അത് ഞാൻ അവളോട് എപ്പോഴും ഞാൻ താങ്ക്ഫുൾ ആയിരിക്കും. അങ്ങനെ iPhone 13 കിട്ടി. എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഒരിക്കലും ചങ്ങായിമാരെ മുമ്പിൽ ഫ്ലെക്സ് ചെയ്യാനോ അതിർത്തിയാണ് സോഷ്യൽ മീഡിയയിൽ മെയിൻ ആവാനൊന്നുമല്ല. ടു സ്റ്റാർട്ട് കണ്ടന്റ് ക്രിയേഷൻ, വേറൊന്നുമില്ല. പക്ഷേ അതിന് വേണ്ടിയാണ് iPhone എടുത്തതെന്നുണ്ടെങ്കിലും എന്ത് കണ്ടന്റ് ഉണ്ടാക്കേണ്ടത് എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ അറിയാത്തതുകൊണ്ട് തന്നെ ആ കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്റർവ്യൂ ക്ലിയർ ചെയ്തു, iPhone കിട്ടി. ഇപ്പോൾ ആർട്ടിക്കിൾഷിപ്പ് പീരീഡാണ്. അതിന് മുമ്പ് ചെറിയൊരു 1 മന്തിൽ ഓറിയൻറ്റേഷൻ ITT എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു നമ്മൾ അതർ സ്കില്ലുകൾ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ, അതുപോലെ പ്രസൻറ്റേഷൻ സ്കില്ലുകൾ ഇങ്ങനത്തെ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ചെറിയൊരു ക്ലാസ് ഉണ്ടായിരുന്നു കോഴിക്കോടിൽ. അപ്പോൾ അതിങ്ങനെ പോയി വരുന്നു ആർട്ടിക്കിൾഷിപ്പ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്. പാസ്സായിട്ട് ഇപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞു. ഫോൺ കിട്ടിയിട്ട് കുറച്ച് ദിവസമൊക്കെ ആയി. പക്ഷെ ഇപ്പോഴും കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാനിങ്ങനെ ഒരു ദിവസം അവിടെ ക്ലാസ് കഴിഞ്ഞാണ്ട് കോഴിക്കോട് പോയി ഇങ്ങനെ വരുന്ന ടൈമിൽ എന്ത് ചെയ്തു, ഒരു സെൽഫി വീഡിയോ ഷൂട്ട് ചെയ്തു. 2 കൽപ്പിച്ചാണ്ട് ഒരു സെൽഫി വീഡിയോ ഷൂട്ട് ചെയ്തു. ഒന്നും പറയുന്നില്ല, ഒന്നുമില്ല, ജസ്റ്റ് നടക്കുന്ന വീഡിയോ അങ്ങനെ ഷൂട്ട് ചെയ്തു. പിന്നെ ഞാൻ ഒരു ദിവസം മീൻ പിടിക്കാൻ പോയപ്പോൾ അതേപോലെ ഒരു സെൽഫി വീഡിയോ എടുത്തിരുന്നു പോയിൻ്റെ അവിടെ നിന്ന്, ഷർട്ട്ലെസ് ആയിട്ട്. അപ്പോൾ ആ 2 വീഡിയോ എന്ത് ചെയ്തു, ഞാൻ വീട്ടിൽ വന്നിട്ട് എഡിറ്റ് ചെയ്തു. എന്നിട്ടൊരു പാട്ടും കൊടുത്തു. ആ പാട്ടിന് കോപ്പിറൈറ്റ് ഉണ്ടോ എന്നറിയില്ല. ഒരു പാട്ടും കൊടുത്തു. എന്നിട്ടൊരു കോട്ട് വെച്ചാണ്ട് എന്ത് ചെയ്തു, ഞാൻ ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫസ്റ്റ് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നതിലെ ഫസ്റ്റ് വീഡിയോ കണ്ട് പോസ്റ്റ് ചെയ്തു. അതിന് മുമ്പ് ഞാൻ 1-2 വീഡിയോ ഇട്ടിരിക്കണം. ഇതായിട്ട് റിലേറ്റഡ് ഒന്നല്ല, ജസ്റ്റ് ഒരു പഠിക്കുന്ന ടൈപ്പ്, പിന്നെ ഒന്ന് ഫിഷിങ്ങിൻ്റെ ടൈപ്പ് വീഡിയോ ഇട്ടിരിക്കണം. പക്ഷേ കണ്ടന്റ് ക്രിയേഷൻ, കൺസിസ്റ്റൻറ്റ് കണ്ടന്റ് ക്രിയേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ഇതാണ്. ദ പെർഫെക്റ്റ് ടൈം ടു സ്റ്റാർട്ട് ഈസ് നൗ. അതാണ് ആ വീഡിയോ. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, ഡോണ്ട് തിങ്ക് അബൌട്ട് ദ സബ്ജക്ട്, ഡോണ്ട് തിങ്ക് അബൌട്ട് ദ നീഷ്, ഡോണ്ട് തിങ്ക് അബൌട്ട് ഇതിൻ്റെ വീഡിയോക്ക് ക്വാളിറ്റി ഉണ്ടാവോ, ഡോണ്ട് തിങ്ക് അബൌട്ട് ആൾക്കാർക്ക് വാല്യൂ കിട്ടുമോ, ഡോണ്ട് തിങ്ക് അബൌട്ട് വാട്ട് ഷുഡ് ഐ ഡു. ഒന്നുമില്ല. നിങ്ങളെ മൈൻഡിൽ എന്താണോ വരുന്നത്, എന്തായാലും നിങ്ങൾ കുറച്ച് റീലെങ്കിലും 1-2 റീലെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട്. നിങ്ങളെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും നിങ്ങൾക്ക് ഏതൊക്കെയാണ് സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. നിങ്ങൾ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് കാണാൻ താല്പര്യമുള്ളത്, നിങ്ങളെ യങ്ങർ സെൽഫിന് ഏത് വീഡിയോ ആണ് കാണാൻ താല്പര്യമുള്ളത്, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം, ഒരു ബന്ധമില്ലാത്തല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവത്തിനെ കുറിച്ച് എന്ത് ചെയ്യുക, വീഡിയോ ഇടുക. അത്രേ ഉള്ളൂ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വേറെ ഒന്നും ചിന്തിക്കാറില്ല. ഞാൻ ഈ അഡ്വൈസ് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ആകെ യൂട്യൂബ് തുടങ്ങിയിട്ട് 2-3 മാസമായിട്ടുള്ളൂ, എന്നിട്ട് അപ്പോഴത്തിന് മുമ്പേ എങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാന്നുള്ള അഡ്വൈസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയോ എന്നൊരു ചിലപ്പോൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ആക്ച്വലി കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിട്ട് ഒരു 1.5 വർഷമൊക്കെയായി. ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ഫസ്റ്റ് വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചെന്ന റീലില്ലേ, അതിട്ടത് ഏകദേശം 2024 ഫെബ്രുവരിയോ മാർച്ചോ ആയിരിക്കും. അപ്പോൾ 1 വർഷത്തിന് മുകളിൽ, 1.5 ആയിട്ടില്ല, 1 വർഷം ചിലപ്പോൾ 2 മാസമൊക്കെ 2-3 മാസമൊക്കെ ആയിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര സ്ലോ ഗ്രോത്ത് ആയിരുന്നു. കാരണം ഒരുപാട് മിസ്റ്റേക്കുകൾ, നമ്മൾ ഫസ്റ്റ് ആയിട്ട് തുടങ്ങുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുമല്ലോ. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കി പഠിച്ച് ഇങ്ങനെ വന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞൊരു 2-3 മാസം മുമ്പാണ് ഞാൻ മാർച്ച് 31
അല്ലെ മാർച്ച് ആ നോമ്പിൻ്റെ ടൈമിലാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണത്. യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വീഡിയോസ് ഇങ്ങനെ ഇടയ്ക്ക് ഇടലുണ്ട് ഷോർട്സ്, അതല്ലാതെ പക്ക യൂട്യൂബ് സീരിയസ് ആയിക്കാണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. പക്ഷേ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ചെറിയൊരു ഐഡിയ ഉണ്ടായതുകൊണ്ട് തന്നെ യൂട്യൂബിൽ എനിക്ക് കുറച്ചും കൂടി യൂട്യൂബിലത്തെ ആൽഗോരിതം കാര്യങ്ങളും എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റി. സോ അഡ്വൈസ് വരുന്നത് ഒരു 2-3 മാസത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണെന്ന് വിചാരിക്കേണ്ട. അത്യാവശ്യം ഒരു 1-1.25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. ഇനി ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ജസ്റ്റ് പോസ്റ്റ് വാട്ട് എവർ യു വാണ്ട്, വാട്ട് എവർ യു ലൈക്ക്. രണ്ടാമത്താണ് പീപ്പിൾ ഡോണ്ട് കെയർ. നമ്മളൊക്കെ മനസ്സിലുണ്ടാവും, ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്കൂളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്കൂളിൽ പോകണമല്ലാന്നുണ്ടെങ്കിൽ ഒപ്പം ക്ലാസ്സിലുള്ളവരെ നമ്മളെ കളിയാക്കുമോ, നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആ വീഡിയോ കാണുമോ, എന്നിട്ട് നമ്മളെ വെറുപ്പിക്കുമോ, നമ്മളെ കളിയാക്കുമോ, നമ്മൾ പോകുമ്പോഴൊക്കെ നമ്മളെ നാണം കെടുത്തോ, എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മറ്റു കുടുംബക്കാരും കൊളീഗ്സൊക്കെ ഇത് കാണുമോ, എന്നിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു പേടി നമുക്കുണ്ടാവും. പക്ഷേ എന്താ റിയാലിറ്റി നിങ്ങൾക്കറിയോ? പീപ്പിൾ ഡോണ്ട് കെയർ, അല്ലെങ്കിൽ പീപ്പിൾ ഡോണ്ട് ഹാവ് ടൈം ടു കെയർ. ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞുതരാം. നമ്മൾ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ടൈം ഒഴിച്ച് 95% സമയത്തും നമ്മളെ കുറിച്ചായിരിക്കും ചിന്തിക്കുക. അപ്പോൾ ഇതേ റൂള് വേറൊരാളെ മേത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അയാൾ ചിന്തിക്കുന്നത് കൂടുതൽ എന്തിനെ കുറിച്ചാണ്? അയാളെ കുറിച്ചോ അയാളെ റിലേറ്റഡ് കാര്യങ്ങളെ കുറിച്ചുമാണ്. അപ്പോൾ നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ ഓർക്ക് അത്ര ടൈമൊന്നുമില്ല. മേ ബി നമ്മൾ കണ്ടന്റ് ഒന്നും ഇടാത്ത ഒരാൾ ഒരു കണ്ടന്റ് ഇടാനാണ് തുടങ്ങുമ്പോൾ, കൺസിസ്റ്റൻ്റ് ആയി ഇടാൻ തുടങ്ങുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള പെർസെപ്ഷൻ ഒറ്റയടിക്ക് ചിലപ്പോൾ മാറുണ്ടാവും. പെട്ടെന്നൊരു ദിവസം നമ്മൾ കാണുമ്പോൾ ചോദിക്കും, ഇഷാമേജ് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയില്ല ഇൻസ്റ്റാഗ്രാമിൽ, ഇങ്ങനെ ചോദിക്കും. അത്ര ഉണ്ടാവുള്ളൂ. പീപ്പിൾ ഡോണ്ട് ഹാവ് ടൈം ടു കെയർ മാൻ. ഞാൻ കുറേ കാലം മടിച്ച് നിന്നീനാണ്. എൻ്റെ കുടുംബക്കാരെന്ത് പറയും, ഫ്രണ്ട്സ് എന്ത് പറയും, ഞാൻ ഓഫീസിൽ ഒരു ആർട്ടിഷിപ്പിന് പോകുമ്പോൾ എൻ്റെ ഓഫീസിലുള്ളവർ എന്ത് കളിയാക്കും എന്നൊക്കെയുള്ള ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. ദെൻ വെൻ യു സ്റ്റാർട്ട് പോസ്റ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ജഡ്ജിങ് വരും. ജഡ്ജിങ് വരൂല എന്ന് ഞാൻ പറയുന്നില്ല, ജഡ്ജിങ് വരും, പക്ഷെ അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനപ്പം ഞാൻ പേടിച്ചുത്തരുന്ന ചോദിച്ചങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങളെ ഫേവറേറ്റ് ആയിട്ടുള്ള ലോങ് വീഡിയോ ആണെങ്കിൽ ലോങ് വീഡിയോ, ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ഷോർട്ട് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് ഈ വീഡിയോയിൽ വന്നാണ് കമൻറ്റ് ചെയ്യും എത്രത്തോളം ആ ജഡ്ജ്മെൻറ്റ് നിങ്ങൾ അഫക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടിയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തൊരു സില്ലി തോട്ടാണെന്നുള്ളത്. സോ പ്ലീസ് don't hold back yourself from creating content because you fear people's judgment. People don't have time to care about you. ഓൽക്ക് ഓല കാര്യം തന്നെ നോക്കാണ്ട്. ഈ മൂന്നാമത്തെ ഏറ്റവും വലിയൊരു മിസ്കൺസെപ്ഷനാണ് നമുക്ക് ഫുള്ള് സെറ്റപ്പ് വേണം എന്നിട്ട് വീഡിയോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ ആ വീഡിയോ ഉണ്ടാക്കാൻ തുടങ്ങിയത് എന്തുമെന്നാണ്? ഒരു ഫോണമെന്ന് മാത്രം. ഇപ്പോഴും ഫോൺ തന്നെയാണ്, വലിയ മെച്ചപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ കുറച്ച് മൈക്കും ലൈറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എത്തിച്ചു എന്നുള്ളൂ. ആദ്യം ഈ ഫോൺ മാത്രമുള്ളതിനും. അപ്പോൾ നിങ്ങൾ പറയും, എൻ്റെ അടുത്ത് ഐഫോൺ ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് ആൻഡ്രോയിഡ് ആണ്. ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, നല്ല ആൻഡ്രോയിഡ് ഫോണുകൾ ഉണ്ടല്ലോ, അത്യാവശ്യം ക്യാമറ ക്വാളിറ്റി ഉള്ള ആൻഡ്രോയിഡ് ഫോണുകൾ ഉണ്ടല്ലോ പറഞ്ഞെന്നൊക്കെ. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വഴി ഉണ്ടല്ലോ. നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഫോൺ ഉണ്ടാവും, നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോൺ ഉണ്ടാവും, അറിയുന്ന ആരെങ്കിലുമൊക്കെ ഒരു ഫോൺ ഉണ്ടാവും ക്വാളിറ്റി ഉള്ള. ദർ ഈസ് ആൾവേസ് എ വേ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ക്യൂസ് പറയണം, അത്രേ ഉള്ളൂ. ദർ ഈസ് ആൾവേസ് എ വേ. കണ്ടന്റ് ഉണ്ടാക്കണം നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ എന്തുണ്ട്, ദർ ഈസ് ആൾവേസ് എ വേ. അങ്ങനെ ആരെങ്കിലും ഫോണിൽ ഷൂട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളിലേക്ക് സെൻഡ് ചെയ്യുക. അല്ല നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണാണ്, കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉള്ള ഫോണാണെന്നുണ്ടെങ്കിൽ, നല്ല ലൈറ്റിങ്ങിലൊക്കെയാണ് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അതിൽ ഷൂട്ട് ചെയ്യുക. ഇനി അല്ല ഐഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ ഷൂട്ട് ചെയ്യാം. ഞാൻ എത്രങ്ങാനും ആൾക്കാരെ കണ്ടിരിക്കുന്നവരോ വെറുതെ ഐഫോൺ വാങ്ങി നടക്കും. ഐഫോൺ 14 14 Pro ഒക്കെ ഇങ്ങനെ വാങ്ങും. എന്തിനാണ്? 13 Pro 14 Pro 15 Pro 16 Pro ഒക്കെ വാങ്ങും. പക്ഷേ ഓൽക്ക് അതൊരു ലയബിലിറ്റിയാണ്. ഓൽക്ക് അത് ശരിക്ക് എന്തിനാ യൂസ് ചെയ്യണമല്ല, ഓല് ജസ്റ്റ് ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വാങ്ങാണ്. മറ്റ് ആൾക്കാർ ചോദിക്കൂലേ, എൻ്റെ അടുത്ത് ഐഫോണൊക്കെ ഉണ്ടല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിററിൽ ഇങ്ങനത്തെ ഫോട്ടോ എടുക്കുമല്ലോ ആപ്പിളിൻ്റെ ചിഹ്നം കാണിച്ചാണ്ട്, ഇതിനാണ് ഓൽക്ക് ഐഫോൺ. ദേ ഡോണ്ട് നോ ഹൗ ടു യൂസ് ഇറ്റ് ലൈക്ക് എൻ അസെറ്റ്, ഹൗ ടു ജനറേറ്റ് വെൽത്ത് യൂസിങ് എ മൊബൈൽ ഫോൺ. ഈ ഒരു ടൈമിൽ, ഈ ഒരു ലോകത്ത് നമുക്ക് റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഫോൺ മാത്രം മതി കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു പേഴ്സണൽ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഫോൺ മാത്രം മതി. എത്രങ്ങാനും ക്രിയേറ്റേഴ്സ് ഉണ്ട് 100K ഉള്ള ഫോണുമ്മ ഇടുന്ന. എനിക്കറിയാം ഫോണിൽ വീഡിയോ ഇടുന്ന, ക്യാമറ ഒന്നും ഇല്ലാതെ. ഒരിക്കലും ഗിയർ മാറ്റർ അല്ല എന്നല്ല ഞാൻ പറയണത്. നിങ്ങളെ കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഔട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടിപൊളി വീഡിയോസും ക്വാളിറ്റി വീഡിയോസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് യു ഹാവ് ടു അപ്ഗ്രേഡ് യുവർ ഗിയേഴ്സ്. പക്ഷേ അറ്റ് ദ സ്റ്റാർട്ട് നമ്മൾ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങുള്ളൂ എന്ന് വിചാരിക്കരുത്. ഡു വാട്ട് യു ക്യാൻ ഫ്രം വേർ യു ആർ വിത്ത് വാട്ട് യു ഹാവ്, അത്രേ ഉള്ളൂ. ഇനി നാലാമത്താണ്, നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുമ്പോൾ 2 രീതിയിൽ എന്ത് ചെയ്യാം, വീഡിയോ ഇടാൻ തുടങ്ങാം. 2 മെത്തേഡിൽ നിങ്ങൾക്ക് അതിനെ കാണാം. 1 എക്സ്പെരിമെൻറ്റേഷൻ മെത്തേഡ്, 2 പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ മെത്തേഡ്.
ഈ പേര് ചിലപ്പോൾ സയൻറ്റിഫിക് പേരുകളൊന്നുമല്ല, ഞാൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മൈൻഡിൽ വന്ന പേരുകളാണ്. എക്സ്പെരിമെൻറ്റേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ടിപ്പ് എന്തായിരുന്നുണ്ട്, ജസ്റ്റ് പോസ്റ്റ് വാട്ട് എവർ യു ലൈക്ക്. അതുപോലെ നിങ്ങളെ മൈൻഡിൽ എന്തൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഫേവറേറ്റ് ക്രിയേറ്റേഴ്സ് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, അതേപോലെ അതിൻ്റെ നിങ്ങളുടേതായ ഒരു വേർഷൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഒരു മാസമോ അല്ലെങ്കിൽ ഒരു 40-50 ദിവസമൊക്കെ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോവുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത്യാവശ്യം ഒരു 10-50 കണ്ടൻറ്റൊക്കെ ആകുമ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യും, അതിൽ ചില കണ്ടൻറ്റുകൾക്ക് നല്ല വ്യൂസ്, ചില കണ്ടൻറ്റുകൾ വൈറലാവണം നിങ്ങൾ കാണും. നിങ്ങളിവിടെ നീശ പിക്ക് ചെയ്തിട്ടില്ല. നീശ എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാണ്, ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് നിങ്ങൾ കണ്ടൻറ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ടെക് റിലേറ്റഡ് ആണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിറ്റ്നസ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടാണ്, ഡയറ്റ്, വർക്കൗട്ട്, അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു നീശ നിങ്ങൾ പിക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കണ്ടൻറ് ഉണ്ടാക്കി അതിൽ പെട്ടെന്ന് അവിടെയും ഇവിടെ ആയിട്ട് 1, 2, 3 വീഡിയോസിനൊക്കെ നല്ല റീച്ച് വരുന്ന നിങ്ങൾ കാണും. വൈറലാവണത് നോർമലി ആൽഗോരിതം അത് പിക്ക് ചെയ്താണ്ട് അത് ബൂസ്റ്റ് ആവണം കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക എന്തുകൊണ്ടാണ് ഈ വീഡിയോ വൈറലായത്, എന്താണ് ഇതിൻ്റെ മറ്റ് വീഡിയോയിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്, ഇതിൻ്റെ ഹുക്കിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, ഇതിന് ഫസ്റ്റത്തെ കുറച്ച് സെക്കൻഡുകൾ മറ്റിനെക്കാട്ടും വ്യത്യാസം ഉണ്ടോ, ഇതിൽ ഞാനിങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യുന്നതിൽ മറ്റ് വീഡിയോ ഒന്നും ഇതിനെന്താ വ്യത്യാസം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് എങ്ങനെ എനിക്ക് ഇനിയും വേറെ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഇതുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ എനിക്ക് എങ്ങനെ വീണ്ടും ഉണ്ടാക്കാൻ പറ്റും, എന്നിട്ട് അതെങ്ങനെ എനിക്ക് ലെവറേജ് ചെയ്യാൻ പറ്റും, അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലങ്ങൾ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏറ്റവും വ്യൂസ് കിട്ടിയ വീഡിയോസിൻ്റെ കോമൺ ഫീച്ചേഴ്സ് എല്ലാ വീഡിയോസിനും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റ് വീഡിയോസിനൊക്കെ ഇങ്ങനെ വ്യൂസ് വരാൻ തുടങ്ങും. മറ്റേത് ആദ്യം 1-2 വീഡിയോസ്, ഒരു 50 വീഡിയോ ക്രിയേറ്റ് ചെയ്തപ്പോൾ 1-2 വീഡിയോസിന് വ്യൂസ് വന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കുന്നതിൽ ഏകദേശം ഒരു 3-1 ചിലപ്പോൾ വ്യൂസ് വരാൻ തുടങ്ങും. ഞാൻ എക്സാമ്പിൾ പറയാണ്, മറ്റേനെക്കാട്ടും എന്താവും വീഡിയോസിന് വ്യൂസ് കയറാനുള്ള ചാൻസ് കൂടും. എന്നിട്ട് വീണ്ടും നിങ്ങൾ അതിന് പഠിക്കുന്നു, എന്നിട്ട് വീണ്ടും നിങ്ങൾ ആ ഏറ്റവും കൂടുതൽ വ്യൂസ് കൂടുന്ന വീഡിയോസിൻ്റെ കോമൺ ഫീച്ചേഴ്സുകൾ വീണ്ടും അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഡബിൾ ഡൗൺ അങ്ങനെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നോർമലി നിങ്ങളെ വ്യൂസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുഴുക്ക് ഇങ്ങനെ പോകും. മനസ്സിലായോ? ഇതാണ് എക്സ്പെരിമെൻറ്റേഷൻ മെത്തേഡ്. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യുക, നമ്മൾ അതിന് മനസ്സിലാക്കുക ഇതിൽ ഏതാണ് ഇവിടെ വർക്ക് ചെയ്യണത്, ഏതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഏതിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് തന്നെ ആവണം. എന്നിട്ട് അതിൽ വെച്ചുകൊണ്ട് ഡബിൾ ഡൗൺ ചെയ്ത് ഇങ്ങനെ പോവാം. ഓക്കെ, അത് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ. ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഈ സംഭവമാണ്, എക്സ്പെരിമെൻറ്റേഷൻ മെത്തേഡ് വെച്ചാണ്. എൻ്റെ മൈൻഡിൽ എന്താ തോന്നുന്നത്, ഞാനിങ്ങനെ കാണുന്ന റീൽസുകൾ ഏതൊക്കെയാണോ അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ട് അങ്ങനെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് പോയിരുന്നു. അപ്പോൾ കുറച്ച് കാലം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ചില വീഡിയോസ് വൈറലാവാൻ തുടങ്ങി. പക്ഷേ അതേസമയം യൂട്യൂബിൽ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചാൽ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ആണ്. കാരണം ഓൾറെഡി 1.something years അല്ലെങ്കിൽ 1 year എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ നേരെ യൂട്യൂബിൽ വരുമ്പോൾ എനിക്കറിയാം, എൻ്റെ നീശ എനിക്കറിയാം, ഏത് വീഡിയോസാണ് എന്തിനെ കുറിച്ചാണ് വീഡിയോസ് ഉണ്ടാക്കേണ്ടത് എനിക്കറിയാം. ഇനി എനിക്ക് ആകെ യൂട്യൂബിനെ കുറിച്ച് പഠിച്ചു വരാനുള്ളൂ. കണ്ടന്റും നീശയും കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഞാൻ ഉദ്ദേശിക്കുന്ന ഓഡിയൻസ് ആരാണെന്നും എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഏകദേശം ഒരു മാസത്തേക്കുള്ള കണ്ടന്റുകൾ സെലക്ട് ചെയ്തു. ഓൾറെഡി കണ്ടന്റുകൾ പ്ലാൻ ചെയ്ത് വെച്ചു, സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എന്തിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഉണ്ടാക്കണം എന്നുള്ളത് ഓരോ ദിവസത്തും പ്ലാൻ ചെയ്തു. അതിന് ഓൾറെഡി ഒരു സിസ്റ്റം ഉണ്ടാക്കി, എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇന്ന ടൈമിൽ ഷൂട്ട് ചെയ്യുക, ഇന്ന ടൈമിൽ എഡിറ്റ് ചെയ്യുക, ഇന്ന ടൈമിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കി. എന്നിട്ട് അങ്ങനെ 30 ഡേയ്സിന് വേണ്ടി പ്ലാൻ ചെയ്തു, ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഉണ്ടായിരുന്ന ഗ്രോത്തിനെക്കാട്ട് എത്രയോ പെട്ടെന്നാണ് യൂട്യൂബിൽ വന്നത്. അത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഒരിക്കലും ഭാഗ്യം ഉണ്ടായതുകൊണ്ടോ ടാലൻറ്റ് ഉണ്ടായതുകൊണ്ടോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനി അത് ഉള്ളിലുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അതിനല്ല ബ്ലെയിം ചെയ്യണത്, അതിനല്ല ഞാൻ അതിൻ്റെ വാല്യൂ കൊടുക്കുന്നത്. പക്ഷേ ഒരു കൊല്ലം ഇൻസ്റ്റഗ്രാമിൽ കുറേ മിസ്റ്റേക്കുകൾ വരുത്തിയത് കൊണ്ടുള്ള നോളജ് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റി, യൂട്യൂബിൽ സ്കെയിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക ആർക്കാ വെച്ചാൽ ഓൾറെഡി അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവർ, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഫീൽഡിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൽക്ക് എന്ത് ചെയ്യുക, ഓലെ ടോപ്പിക് ഓലെ നീശ ഓൽക്കറിയാം, ഓൽക്ക് എന്തിലാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക ഓൽക്കറിയാം. അപ്പോൾ പിന്നെ ഓൽക്ക് ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു 50 ദിവസത്തെ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തെ കണ്ടന്റ് പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് എന്നിട്ട് ഓരോ ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ ടൈമിൽ ഷൂട്ടിങ്, എഡിറ്റിംഗ്, പോസ്റ്റിംഗ് അങ്ങനെ ചെയ്യാം. വീക്ക്ലി 1 ടൈം ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, വീക്ക്ലി 3 ടൈം ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഡെയിലി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒക്കെ ഇഷ്ടം. പക്ഷേ ഒരു കറക്റ്റ് പ്ലാൻ ഓൾറെഡി എന്താ പറയുക, നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാന്ന് പറയുമല്ലോ, ഒരു മാസത്തേക്കുള്ളത് നമ്മൾ ഇപ്പം തന്നെ സെറ്റാക്കി വെക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസ് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് മെത്തേഡ് ഈസ് എക്സ്പെരിമെൻറ്റേഷൻ. ഇനി അഞ്ചാമത്തത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ കണ്ടന്റ് ക്രിയേഷനെ 2 രീതിയിൽ കാണാൻ പറ്റും. ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതല്ല കേട്ടോ, മൊത്തമായിട്ട് ആ സോഷ്യൽ മീഡിയ ഞങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡ് തന്നെ ഞാൻ പറയാം. അതിന് നിങ്ങൾക്ക് 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇതിൻ്റെ ഹോബിയാണ്, ഇത് ഞാനൊന്ന് തമാശക്ക് വേണ്ടി ചെയ്യണതാണ്, എനിക്കൊരു ഇതിൽ നിന്നൊരു രസം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യണതാണ്. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി യുവർ ചോയ്സ്.
ഞാൻ അങ്ങനെ ചെയ്യണമെന്നൊന്നും പറയണില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുമ്പോഴായിരിക്കും നമ്മൾ വീഡിയോ ഉണ്ടാക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഓർമ്മ വരുമ്പോഴായിരിക്കും നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് എഡിറ്റ് ചെയ്യണം തോന്നുമ്പോഴായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്യുന്നുണ്ടാവുക. റൈറ്റ്? നമ്മളൊരു ഫണ്ണായി കണ്ടാണ് അതിനെ കാണുന്നത്. നമുക്ക് ചിലപ്പോൾ ഭാവിയിൽ ഭാവിയിൽ നമുക്ക് നോക്കി കാണാനുള്ള മെമ്മറീസ് ആയിട്ടോ നമ്മളെ ഗാലറിയിൽ കുറേ വീഡിയോസ് വെക്കേണ്ടത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടാൽ എന്നുള്ള ചിന്താഗതി കൊണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, ഇറ്റ്സ് യുവർ ചോയ്സ്. രണ്ടാമത്തെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതിനെ സീരിയസ് ആയിട്ട് ഒരു ബിസിനസ് ആയിക്കാണ്ട് കാണാം. ആക്ച്വലി യൂട്യൂബ് എന്ന് പറയുന്നതും അതുപോലെ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നതും ഇനി അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ ബിസിനസ്സാണ്. നമ്മുടെ ഒരു ന്യൂ ടൈപ്പ് റെസ്യൂമാണ് അത്. നമ്മളെ പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് എന്നുള്ളത് വേറെ ആൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണത്. അല്ലെങ്കിൽ നോർമലി നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ നമ്മുടെ എന്താണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു വഴിയാണ് എന്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഒരു ബിസിനസ് എന്നുള്ള രീതിക്ക്, ഒരു പേഴ്സണൽ ബ്രാൻഡ് എന്നുള്ള രീതിക്ക് സീരിയസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് തിങ്കിങ് ദാറ്റ് എന്ത് മൈൻഡ് സെറ്റോട് കൂടി യുവർ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ് എന്ന മൈൻഡ് സെറ്റോട് കൂടി ആക്ച്വലി ഇറ്റ് ഈസ് നിങ്ങളെ ലൈഫ് അതിമ ഡിപ്പെൻഡ് ചെയ്താണ്ട് തന്നെയാണ്. കാരണം ഒരു സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ കത്തി കഴിഞ്ഞാൽ ആ ലൈഫിൻ്റെ മൊത്തം കാര്യങ്ങളും മാറി ഫുൾ ട്രജക്ടറി തന്നെ മാറി അത്രയും സീരിയസ് ആയിട്ട് അതിനൊരു ബിസിനസ് രീതിയിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൺസിസ്റ്റൻ്റ് ആവും. അതിൽ ഒരുപാട് ബോറിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ വരാനുണ്ടാവും. ചിലപ്പോൾ വീഡിയോ ഒരു വട്ടം ഷൂട്ട് ചെയ്താണ്ട് പിന്നെയും ഡിലീറ്റ് ആയി പോയിണ്ടാവും, നമ്മൾ അറിയാതെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാവും. എനിക്ക് സംഭവിച്ചാണ്, ഞാൻ ഒരു വീഡിയോ ഫുള്ള് ഷൂട്ട് ചെയ്തു, എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, സ്പേസ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാ വീഡിയോസും ബാക്കത്തെ വീഡിയോസൊക്കെ ഡിലീറ്റ് ആക്കിയതാണ്. അപ്പോൾ ആ പുതിയ ഷൂട്ട് ചെയ്ത വീഡിയോ ഡിലീറ്റ് ആക്കി, എന്നിട്ട് വീണ്ടും അവിടെ കുത്തിർന്ന് വീണ്ടും ആ വീഡിയോ ഒന്നുകൂടി ഷൂട്ട് ചെയ്തു. ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ചിലപ്പോൾ 1/2 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര പിരാന്തടിച്ചു. അതൊന്നൊന്നുമല്ല, കോപ്പിറൈറ്റ് കിട്ടും ചിലപ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മൈക്ക് ഓണാക്കാൻ മറന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഉള്ളിൽ വരും. ചിലപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നാത്ത ദിവസങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. ഓവറാൾ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എൻജോയ്മെൻ്റ് എൻജോയിങ് ആണെന്നുണ്ടെങ്കിൽ പോലും, നമുക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക് ആണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ എന്തായാലും വർക്ക് ഇടണം. വർക്ക് ഇടാതെ എവിടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ ടൈം, എനർജി, അതേപോലെ നമ്മളെ മണി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി വേണമെന്നുണ്ടെങ്കിൽ, അതിന് മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ട് ആ മിസ്റ്റേക്കിൽ നിന്ന് എന്തെനിക്ക് പഠിക്കാൻ പറ്റും, ഇതിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരണം എന്നുണ്ടെങ്കിൽ, നമുക്ക് വീഡിയോ ഇടാൻ തോന്നാത്ത സമയത്ത് നമ്മളെ തന്നെ പുഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളതിനെ സീരിയസ് ആയിട്ട് കാണണം, നമ്മളതിനെ ബിസിനസ്സായി കാണണം. 2 രീതിയിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ഏതും റെക്കമെൻഡ് ചെയ്യണമെന്നില്ല, അത് നിങ്ങളെ ഇഷ്ടം. പക്ഷേ ഞാൻ പറഞ്ഞ രീതിക്ക് നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാനൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ബിസിനസ് ആയിക്കാണ്ട് കാണണം. എനിക്ക് തോന്നുമ്പോൾ കണ്ടന്റ് ഉണ്ടാക്കാം, ആ ഒരു രസം കിട്ടുമ്പോൾ ആ ഒരു മൂഡ് വരുമ്പോൾ കണ്ടന്റ് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ആ വിചാരിച്ചാൽ തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അതിനെ ബിസിനസ്സായി കണ്ടാലേ അതിന് വേണ്ട എസെൻഷ്യൽ സ്കില്ലുകൾ, ഒരു കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു വീഡിയോ എടുക്കുക എന്ന് മാത്രമല്ല അവിടെ എസെൻഷ്യൽ സ്കിൽസ്. ഒരു എഡ്യൂക്കേഷണൽ ടൈപ്പ് കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത് ആ ടോപ്പിക് അറിയണം. 2, പല പിച്ചുകളിൽ നമുക്ക് സംസാരിക്കാൻ അറിയണം, എന്നാലേ ആൾക്കാർ കാണുള്ളൂ. 3, സ്റ്റോറി ടെല്ലിംഗ് എബിലിറ്റി, അതായത് ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നടന്നൊരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊരു കഴിവാണ്. അത് ജന്മനാ ഉള്ളവരുണ്ടാവും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ എങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കുന്നു, ക്യാമറ എങ്ങനെ സെറ്റ് ചെയ്യുന്നു, അതിൻ്റെ സെറ്റിങ്സുകൾ, അത് ഫോണാണെങ്കിലും ക്യാമറ ആണെങ്കിലും കേട്ടോ, ഞാൻ ജനറലി നമ്മൾ വീഡിയോ എടുക്കുന്ന ഒരു സാധനത്തിന് ക്യാമറ എന്ന് പറയുന്നു. അതുപോലെ ലൈറ്റ് സെറ്റപ്പുകൾ, അതുപോലെ എഡിറ്റിംഗ് എങ്ങനെയാണ്, അതുപോലെ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, നോയ്സ് ക്യാൻസലേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മളൊരു ജനറലിസ്റ്റ് ആവണം ഇവിടെ. കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് മാത്രം അറിയുന്ന ആളായാൽ പോരാ, നമ്മൾ അതിൻ്റെ പല ഫീൽഡുകളും നമ്മൾ പഠിക്കേണ്ടി വരും. നമ്മളതിൻ്റെ എഡിറ്റിങ്ങും ക്യാമറയും ലൈറ്റിങ്ങും എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ജനറൽ ഐഡിയ നമുക്ക് വേണ്ടി വരും. ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ പഠിക്കാനൊരു ത്വര നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ മേ ബി ഫണ്ണായിക്കാണ്ട് കാണുകയാണെങ്കിലോ ചെയ്യായിരിക്കും, പക്ഷേ അതിനെക്കാട്ടും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ബിസിനസ് ആയിക്കാണ്ട് കാണുകയാണെങ്കിൽ. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ ഡു. ഞാൻ ഈ ഒരു ചാനലിനെ ബിസിനസ്സായി കാണുന്നതുകൊണ്ടാണ് എനിക്ക് ചില ദിവസങ്ങളൊന്നും കണ്ടന്റ് പല ടൈമിലും മുടങ്ങലുണ്ട്. ഞാൻ രാവിലെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പകരം രാവിലെ എണീക്കാൻ വയ്ക്കും. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു സംഭവം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാൻ എന്നെ കൊണ്ട് മാക്സിമം കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കണ്ടന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. ഇതിപ്പോൾ ഒരു ഫണ്ണായി കണ്ടാണെങ്കിൽ ഞാൻ എന്താ പറയുക, ഇന്നിപ്പോൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഞാനിപ്പോൾ ഇട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ലോകം പൊളിഞ്ഞാടുന്നില്ലല്ലോ, അങ്ങനെ ഒരു ചിന്ത ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ചോയ്സ്. നിങ്ങൾക്ക് 2 രീതി കാണാം. വേണമെങ്കിൽ അതിനൊരു ഹോബി ആയിക്കാണ്ട് കാണാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു ബിസിനസ് ആയിക്കാണ്ട് കാണാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, കൺസിസ്റ്റൻസി ബീറ്റ് ടാലൻറ്റ് എവറി ഡാം ടൈം. എൻ്റെ ജീവിതത്തിൽ പല സിറ്റുവേഷനിലും ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഒരുപാട് കഴിവുള്ള ആൾക്കാരെ കണ്ടിരുന്നു. എനിക്ക്
കുറേ ആൾക്കാർ പഠിപ്പിച്ച് തരലുണ്ട്. ക്ലാസ്സിലെടുത്തത് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ഓലോടൊക്കെ ചോദിക്കലുണ്ട്. ഓലൊക്കെ പ്രത്യേകത പറയണം, ഓൽക്ക് നല്ല ടാലൻ്റ് ഉണ്ട്. പെട്ടെന്ന് ചില ടോപ്പിക്കുകൾ, അക്കൗണ്ട്സ്, ടാക്സ്, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പെട്ടെന്ന് കത്തും. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഓൽക്ക്. പക്ഷെ ഓരോ പ്രശ്നം എന്ന് പറയുന്നത് കുറേ ആൾക്കാർക്ക് ഓർക്ക് കൺസിസ്റ്റൻ്റ് ആയിക്കാണ്ട് എഫേർട്ട് ഇടാൻ അറിയില്ല എന്നല്ല, ചിലപ്പോൾ മടിയായിരിക്കും. അതായത് ഇപ്പോൾ എക്സാം വരുന്നതിന് മുമ്പ് ചിലപ്പോൾ പഠിക്കും, അല്ല ക്ലാസ് എടുക്കണ ആ ടൈമിൽ ശ്രദ്ധിക്കും. പക്ഷെ എന്നും ഒരേ ടൈം ടേബിൾ വെച്ചുകൊണ്ട് ആ ഒരു വർക്ക്, എന്ത് തിരക്കുകളുണ്ടെങ്കിലും അത് മാറ്റി വെച്ച് ആ വർക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി പല ആൾക്കാർക്കും ഇല്ലേനും. ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് ക്ലാസ്സിൽ എടുക്കണ വല്ല മനസ്സിലാവുന്നില്ലെങ്കിലും അന്ന് ഞാൻ വലിയ സ്മാർട്ട് കിഡോ അല്ലെങ്കിൽ ക്ലാസ്സിലെ ടോപ്പറൊന്നും അല്ലെങ്കിലും എന്നും എനിക്കൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഒരു 4 മണിക്കൂർ ഞാൻ എന്തായാലും പഠിക്കും. 4 മണിക്ക് എണീറ്റ് ഒരു 8 മണി വരെ എന്ത് ചെയ്യും, ഞാൻ പഠിക്കും എന്നുള്ളൊരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോയി എല്ലാ ദിവസവും. ഈവൻ എനിക്കൊരു പരിപാടി ഉണ്ടെങ്കിലും, ഇപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം ആണെങ്കിൽ പോലും അന്നൊക്കെ ഞാൻ പഠിച്ചിരിക്കണം. ഐ ഡിഡ്ന്റ് കെയർ. എന്നെ കൊണ്ട് കഴിയണം അത്രയും ഞാൻ പഠിച്ചിരിക്കണം. എല്ലാ ദിവസവും പെർഫെക്റ്റ് ആയിട്ടാണ് പോയിക്കണം എന്നല്ല ഞാൻ പറയണത്. പക്ഷെ എന്നെ കൊണ്ട് കഴിയണ മൈ ബെസ്റ്റ്, എനിക്കൊരു റിഗ്രറ്റും ഇല്ല. ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്തില്ലല്ലോ എന്ന് എനിക്കൊരു റിഗ്രറ്റും ഇല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ അതിനെ അപ്രോച്ച് ചെയ്തതാണ്. പക്ഷെ പല ആൾക്കാരും എന്താ ചെയ്യണേ, ഓൾക്ക് അത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ പോലും ടാലൻറ്റ് ഉണ്ടെങ്കിൽ പോലും ആ കൺസിസ്റ്റൻസി ഓൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഓല് പാസ്സാവാതെ ഞാൻ പാസ്സായിക്കണം. അങ്ങനത്തെ പല ആൾക്കാരും ടാലൻ്റ് ഉണ്ട്, കഴിവുണ്ട്, പക്ഷേ കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വലിയ വലിയ ആൾക്കാരൊക്കെ പറയണ നിങ്ങൾ കേട്ടിട്ടുള്ളത്, കൺസിസ്റ്റൻസി ബീറ്റ്സ് ടാലൻറ്റ് ഓവർ ടൈം. ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷനിലൊക്കെ നിങ്ങൾക്ക് പല ഫ്രണ്ട്സുകളും ഉണ്ട് വിചാരിച്ചോ, നല്ല കഴിവുണ്ട്, നല്ല സ്റ്റോറി പറയാൻ പറ്റും, അല്ലെങ്കിൽ നല്ല എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഓൾക്ക് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു ഹാബിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, പക്ഷേ നിങ്ങൾക്ക് വേറെ ഒരു കഴിവുകളും ഇല്ല, നിങ്ങൾക്ക് അതിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ബീറ്റ് ദോസ് ഗൈസ് ഇഫ് യു ഡു ഇറ്റ് ഇൻ എ റൈറ്റ് വേ. കൺസിസ്റ്റൻസി മാത്രം പോരാ, കൺസിസ്റ്റൻ്റായി നമ്മൾ ഇടിൻ്റെ ഒപ്പം നമ്മൾ 1% ഇമ്പ്രൂവ് ആയിക്കൊണ്ട് ഇങ്ങനെ വരണം. ജസ്റ്റ് എന്നും ഒരേ വീഡിയോ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സെൽഫി വീഡിയോ ഇങ്ങനെ എടുത്തു, ഒന്നുമില്ല, ഫസ്റ്റ് വീഡിയോ ആണ്, ഓക്കെ സെൽഫി വീഡിയോ എടുത്തു വെച്ചു, കണ്ടന്റ് ഇട്ടു, നല്ല കാര്യം, കണ്ടന്റ് ഇടാൻ തുടങ്ങി, ഗുഡ്. പക്ഷേ എന്നും 100 ദിവസം ആ സെൽഫി വീഡിയോ തന്നെ ഇടണമെന്നുണ്ടെങ്കിൽ അവിടെ ഉപകാരം ഉണ്ടോ? ഇല്ല. നമ്മൾ ഓരോ ദിവസവും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓരോ മിസ്റ്റേക്കുകളും തിരുത്തി 1% ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. എന്നാലേ അവിടെ ഗ്രോത്ത് ഉള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻസി മാത്രം പോരാ, ബീയിങ് കൺസിസ്റ്റൻറ്റ് ഡസൻറ്റ് ഗ്യാരണ്ടി ദാറ്റ് യു വിൽ ബി സക്സസ്ഫുൾ, ബട്ട് നോട്ട് ബീയിങ് കൺസിസ്റ്റൻറ്റ് ഗ്യാരണ്ടീസ് യു വിൽ നോട്ട് റീച്ച് സക്സസ്. ക്രിസ് വില്യംസിൻ്റെ പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ കിട്ടിയൊരു കോട്ടാണ്, ഞാൻ ഉണ്ടാക്കിയല്ല കേട്ടോ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു 6 കാര്യമായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കണ്ടന്റ് തുടങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ ഹോപ്പ് ദിസ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.